സ്പെഷ്യൽ കറസ്പോണ്ടന്റിലേക്ക് സ്വാഗതം. 9 വർഷം കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവ്. കഴിഞ്ഞ 2 വർഷമായി ബാംഗ്ലൂർ പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരൻ. യൗവനമുൾപ്പെടെ മനുഷ്യായുസിന്റെ സുന്ദരകാലം മുഴുവൻ തടവറയിൽ ഹോമിക്കേണ്ടി വന്ന അബ്ദുൽ നാസർ മദനിക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ? സ്പെഷ്യൽ കറസ്പോണ്ടന്റ് അത് അന്വേഷിക്കുന്നു. 2 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തെ മുൾമുനയിൽ നിർത്തിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിലാണ് അൻവാർശേരിയിൽ നിന്നും അബ്ദുൽ നാസർ മദനിയെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിനും ജയിൽവാസത്തിനും ശേഷം മാസങ്ങൾ കഴിഞ്ഞു വിചാരണ നടപടികൾ ആരംഭിക്കാൻ. അത് എപ്പോൾ പൂർത്തിയാകുമെന്ന് ഒരു നിശ്ചയവുമില്ല. അതുകൊണ്ട് തന്നെ നീണ്ട കാരാഗ്രഹവാസം തന്നെയാണ് അബ്ദുൽ നാസർ മദനിയെ വീണ്ടും കാത്തിരിക്കുന്നതെന്ന് വ്യക്തം. ഓഗസ്റ്റ് 13 രാഷ്ട്രീയ വൈകാരിക പ്രതിരോധ മറകൾ ഒന്നൊന്നായി തകർത്തെറിഞ്ഞുകൊണ്ട് കർണാടക പോലീസ് PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്തത്. ഉച്ചയ്ക്ക് 1 മണിവരെ നൽകിയ കീഴടങ്ങൽ സമയപരിധി അവസാനിച്ചതോടെ കേരള പോലീസിന്റെ വൻ സംഘത്തോടൊപ്പം ബാംഗ്ലൂർ പോലീസ് അൻവാർശേരിയുടെ വാതിൽ തെളിത്തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. ഉച്ചനമസ്കാരം കഴിഞ്ഞ് പ്രത്യേക വാഹനത്തിൽ പുറത്തേക്കിറങ്ങിയ മദനിയെ തടഞ്ഞു നിർത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ദൃശ്യമാധ്യമങ്ങളിൽ ഈ കാഴ്ച തത്സമയം. ചലച്ചിത്രത്തിൽ പോലും കാണാത്ത ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾക്കാണ് കേരളത്തിലെ പൊതുസമൂഹം അങ്ങനെ സാക്ഷിയായത്. കോയമ്പത്തൂർ ജയിലിൽ 9.5 വർഷം നീണ്ട വിചാരണ തടവിൽ നിന്ന് മോചനം ലഭിച്ച ശേഷം കൃത്യം 3-ാം വർഷമാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ അബ്ദുൽ നാസർ മദനി അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റിന് തൊട്ടുമുമ്പ് മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച അബ്ദുൽ നാസർ മദനിയുടെ വാക്കുകളിൽ തന്നെ വ്യക്തമായിരുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തി കർണാടകയിലേക്ക് കൊണ്ടുപോയാൽ മടങ്ങിവരവ് അത്ര എളുപ്പമാകില്ലെന്ന്. മദനിയുടെ ആശങ്കകൾ ശരിവയ്ക്കുന്ന രീതിയിലാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിന്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. വിചാരണ അനന്തമായി നീളുകയാണ്. ഇതിനിടയിൽ 2 തവണ ജാമ്യം തേടി കോടതിയെ സമീപിച്ചെങ്കിലും ലഭിച്ചില്ല. പ്രോസിക്യൂഷന്റെ ശക്തമായ എതിർപ്പ് കോടതി അംഗീകരിക്കുകയാണ് ഏറ്റവും ഒടുവിലും സംഭവിച്ചത്. ജയിലിനുള്ളിൽ പോലും ഗൂഢാലോചന നടത്തിയിട്ടുള്ള അബ്ദുൽ നാസർ മദനി പുറത്തിറങ്ങിയാൽ സാക്ഷികളെയും മറ്റും സ്വാധീനിച്ച് കേസ് അട്ടിമറിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ ശക്തമായ നിലപാട്. കോയമ്പത്തൂരിലുണ്ടായതാണല്ലോ. അദ്ദേഹത്തെ ശിക്ഷിച്ചിരുന്നുവെങ്കിൽ 9.5 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല. പക്ഷേ ശിക്ഷിച്ചാൽ കിട്ടാവുന്നതിനേക്കാൾ കൂടുതൽ കാലം വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയേണ്ടി വരിക, നിരന്തരം ജാമ്യം നിഷേധിക്കുക, ഇതൊക്കെ അങ്ങേയറ്റം ഒരു മനുഷ്യത്വരഹിതമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്, ഒരു വ്യക്തിയോടുള്ള അവഹേളനം കൂടിയാണ്. അബ്ദുൽ നാസർ മദനിക്ക് 2-ാം തവണയും ജാമ്യം ലഭിക്കാതെ അദ്ദേഹം വിചാരണ തടവുകാരനായി വീണ്ടും വളരെയധികം കാലം ജയിൽവാസം അനുഭവിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു സംശയം പൊതുസമൂഹത്തിൽ പൊതുവെയുണ്ട്. അത് പല നേതാക്കളും സമുദായ സംഘടനാ നേതാക്കളും ഒക്കെ പല രീതിയിൽ പലതവണ ആവർത്തിച്ച് കഴിഞ്ഞിട്ടുള്ളതുമാണ്. ഇതിൽ പ്രധാനപ്പെട്ട പല സംഗതികളുമുണ്ട്. ഒന്നാമത്, ഈ ടാഡ പോട്ട മാതൃകയിലുള്ള ഭീകരവിരുദ്ധ നിയമങ്ങൾ, ഭീകരപ്രവർത്തന വിരുദ്ധ നിയമങ്ങൾ പല സംസ്ഥാനങ്ങളിലുമുണ്ട്. മഹാരാഷ്ട്രയിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്. അത് പ്രകാരമാണ് കേസ് ചാർജ് ചെയ്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യം കിട്ടുക വളരെ ദുഷ്കരമായിരിക്കും, മിക്കവാറും അസാധ്യം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് 9 വർഷത്തോളം കഴിഞ്ഞ തവണ കോയമ്പത്തൂർ ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇപ്പോഴത്തെയും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാണ് മനസ്സിലാക്കുക. ഏറ്റവും വിചിത്രമായത്, സുപ്രീം കോടതിയിൽ പോലും മദനിയുടെ ജാമ്യ ഹർജി എടുക്കുമ്പോൾ ജാമ്യത്തെക്കുറിച്ച് നിങ്ങൾ വാദിക്കേണ്ടതില്ല, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സുപ്രീം കോടതി ജഡ്ജിമാർ എന്താണ് അവരുടെ നീതിബോധം, അവർ ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്കറിയില്ല. ജാമ്യം എന്നത് ഏതൊരു തടവുകാരൻ്റെയും അവകാശമാണ്. 32 പ്രതികളുള്ള ബാംഗ്ലൂർ സ്ഫോടന കേസിൽ 31-ാം പ്രതിയാണ് അബ്ദുൽ നാസർ മദനി. 1-ാം പ്രതി തടിയൻ്റെവിടെ നസീറുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി. ബോംബ് സ്ഫോടനം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി അറിഞ്ഞിട്ടും തടയാൻ ശ്രമിച്ചില്ല. രാജ്യദ്രോഹം, ഇസ്ലാമിക തീവ്രവാദം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതുൾപ്പെടെ ഗൗരവമായ കുറ്റങ്ങളാണ് മദനിക്കുമേൽ ചാർത്തിയിരിക്കുന്നത്. ഇതിനൊപ്പം മദനിക്കെതിരെ ഈ കേസിൽ ശക്തമായ തെളിവുകളും സാക്ഷിമൊഴികളുമുണ്ടെന്ന് അന്വേഷണ സംഘവും അവകാശപ്പെടുന്നു. എന്നാൽ കേസിൽ താൻ നിരപരാധിയാണെന്നാണ് അബ്ദുൽ നാസർ മദനി നിരന്തരം അവകാശപ്പെടുന്നത്. തന്നെ കൊടുക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയാണ് ബാംഗ്ലൂർ സ്ഫോടന കേസെന്നാണ് മദനിയും അദ്ദേഹത്തിന്റെ അനുയായികളും ആരോപിക്കുന്നത്. അങ്ങനെ എല്ലാ രീതിയിലുമുള്ള അതിശക്തവും കർക്കശവുമായ സെക്യൂരിറ്റി വലയത്തിൽ അബ്ദുൽ നാസർ മദനി കഴിഞ്ഞു വരവെയാണ് ബംഗളൂരു പോലീസ് പറയുന്നത്. ഈ സെക്യൂരിറ്റി വലയത്തെ എല്ലാം ഭേദിച്ചുകൊണ്ട് കർണാടകയിലെ കുടകിലെ ഇഞ്ചിത്തോട്ടത്തിൽ പോയി
ഈ കേസിൽ പറയുന്ന മറ്റു പ്രതികളുമായി അബ്ദുൽ നാസർ മദനി ഗൂഢാലോചന നടത്തി. ആ ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ബംഗളൂരു ബോംബ് സ്ഫോടനം ഉണ്ടായത് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ഇത് തീർത്തും അടിസ്ഥാനരഹിതമാണ്. കേരള പോലീസ്, പ്രത്യേകിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് വിവരാവകാശ നിയമം അനുസരിച്ച് ഞങ്ങൾ അപേക്ഷ കൊടുത്തപ്പോൾ കേരളത്തിൽ നിന്നും അബ്ദുൽ നാസർ മദനി പുറത്ത് എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്, സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള വിശദാംശം ചോദിച്ചപ്പോൾ കേരള ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയിൽ അദ്ദേഹം ഹജ്ജിന് പോവുകയും മറ്റും ചെയ്തു എന്നുള്ളതല്ലാതെ ഇത്തരത്തിലൊരു സ്ഥലത്ത് പോയതായിട്ടോ ഈ സംസ്ഥാനം വിട്ട് തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഏതെങ്കിലും പരിപാടികൾക്ക് പോയതായിട്ടോ കേരള ആഭ്യന്തര വകുപ്പ് നൽകിയ മറുപടിയിൽ ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല. ഈ വാദങ്ങളെല്ലാം തെളിയിക്കപ്പെടേണ്ടത് വിചാരണയ്ക്കൊടുവിലാണ്. കോയമ്പത്തൂർ സ്ഫോടന കേസിൽ 9.5 വർഷം ജയിലിൽ കഴിയുകയും വിചാരണയ്ക്കൊടുവിൽ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തി വെറുതെ വിടുകയും ചെയ്ത അനുഭവം അബ്ദുൽ നാസർ മദനിക്ക് മുന്നിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ബാംഗ്ലൂർ സ്ഫോടന കേസിലും വിചാരണ നടപടികൾ അനിശ്ചിതമായി നീളുകയും അത്രയും കാലം ജാമ്യം പോലും ലഭിക്കാതെ തടവറയിൽ കഴിയേണ്ട അവസ്ഥയും വരുമ്പോഴാണ് മദനിയുടെ കാര്യത്തിൽ വീണ്ടും മനുഷ്യാവകാശ ലംഘനത്തിന്റെ ചോദ്യം ഉയരുന്നത്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള കുറ്റം എന്ന് ചോദിച്ചാൽ സ്ഫോടനത്തിൽ പ്രചോദനമായി എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ അദ്ദേഹം സ്ഫോടനത്തിൽ നേരിട്ട് പങ്കെടുത്തതായോ എന്തെങ്കിലും സഹായം പ്രതികൾക്ക് ചെയ്തു കൊടുത്തതായോ ഒന്നും ഒരു തെളിവും പ്രോസിക്യൂഷന് കണ്ടെത്താനോ ഹാജരാക്കാനോ കഴിഞ്ഞിട്ടില്ല. മദനി ഒരു ആവേശമായിരുന്നു എന്ന് ഒരു പ്രതി പറഞ്ഞു. ആ പ്രതി പോലീസ് കസ്റ്റഡിയിൽ കഴിയുമ്പോൾ നടത്തിയ കൺഫെഷനാണ്. ആ കൺഫെഷൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് യാതൊരു തെളിവുകളും കൊറോബറേറ്റ് ചെയ്യുന്നതിനുള്ള യാതൊരു തെളിവുകളുമില്ലാതെ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ഇത്ര ദീർഘകാലം ജയിലിൽ പാർപ്പിക്കുകയും ചെയ്യുന്നത് വീണ്ടും ഇന്ത്യൻ ഭരണഘടന എത്രമാത്രം നീതി നിഷേധത്തിനുള്ള ഉപകരണമാക്കി മാറ്റാൻ കഴിയും എന്നതിൻ്റെ തെളിവായി മാറിയിരിക്കുകയാണ്. സ്പെഷ്യൽ കറസ്പോണ്ടന്റിൽ ഒരു ഇടവേള. രാജ്യദ്രോഹത്തിന്റെ പേരിൽ ജാമ്യനിഷേധം തുടർക്കഥയാകുമ്പോൾ കോടതികളും ഭരണകൂടവും മദനി എന്ന മനുഷ്യനെയാണ് മറന്നുപോകുന്നത്. നിരന്തരമായ ജയിൽവാസം മദനിയുടെ ആരോഗ്യത്തെ പൂർണ്ണമായും നശിപ്പിച്ചു കളഞ്ഞു. വിദഗ്ധ ചികിത്സ തേടാനുള്ള അവകാശവും നിഷേധിക്കപ്പെടുകയാണ്. മദനിയുടെ കുടുംബാംഗങ്ങളും PDP നേതൃത്വവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും കേരള സർക്കാരും ഇക്കാര്യത്തിൽ നിസ്സംഗത തുടരുന്നു. മദനിയുടെ വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ട് കൂട്ടഭിനയിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥിതിയും മറിച്ചല്ല. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ നിരവധി രോഗങ്ങളുടെ കൂടി തടവറയിലായിരുന്നു മദനി. ഭക്ഷണത്തെക്കാൾ കൂടുതൽ മരുന്ന് കഴിക്കേണ്ട അവസ്ഥ. വിദഗ്ധ ചികിത്സകളുടെ ഭാഗമായി വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുന്നതിനിടെയാണ് വീണ്ടും തടവറയൊരുക്കി ബാംഗ്ലൂർ പോലീസിന്റെ വരവ്. പരപ്പന അഗ്രഹാര സെൻട്രൽ ജയിലിൽ കഴിയുന്ന മദനി ഇപ്പോൾ തീർത്തും അവശനാണ്. മദനിയെ ജയിലിൽ സന്ദർശിച്ചവരുടെ വാക്കുകളിൽ തന്നെ അത് വ്യക്തം. വളരെ ദയനീയമാണ്. അദ്ദേഹത്തിൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച ഏകദേശം 90% ഇല്ലാത്തൊരവസ്ഥയാണ്. അദ്ദേഹത്തിന് ദൂരെ നിന്ന് വരുമ്പോൾ ആരാണ് വരുന്നതെന്ന് പോലും അറിയുവാൻ കഴിയാതെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അതാരാണെന്ന് ചോദിക്കും. കാരണം പുള്ളിക്ക് അറിയില്ല അതാരാണ് വരുന്നതെന്ന് അറിയാൻ പറ്റുന്നില്ല. ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയും അതുപോലെ തന്നെ കടുത്ത ഷുഗർ പേഷ്യൻ്റാണ് പുള്ളി. ഷുഗർ, പ്രഷർ, അതുപോലെ തന്നെ കൊളസ്ട്രോള്, പിന്നെ ഈ ലംബാർ ഡിസ്ക് പൊളാപ്സ്, പെപ്റ്റിക് അൾസർ പോലെയുള്ള മാരകമായ ഒരുപാട് രോഗങ്ങളുണ്ട്. അപ്പോൾ അത് ഈ 2 പ്രാവശ്യവും 11.5 വർഷമായിട്ടുള്ള ജയിൽ ജീവിതം സാരമായ അദ്ദേഹത്തിൻ്റെ ശാരീരികമായ ഘടനയെ ബാധിച്ചിട്ടുണ്ട്. വലത് കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും പോയ അദ്ദേഹം ഇടത് കണ്ണ് പോലും പൊത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം ഭാര്യയും മക്കളെ കാണേണ്ടുന്ന ഒരവസ്ഥാവിശേഷത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ജയിലറയ്ക്കുള്ളിൽ കഴിയുന്നത്. ജയിലിൽ അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ നൽകുവാനുള്ള യാതൊരു സംവിധാനവും ഇപ്പോൾ ജയിലിൽ നിലവിലില്ല. കഴിഞ്ഞ 2-3 ദിവസമായി ജയിലിലുള്ള ജയിൽ ഡോക്ടർ തന്നെ അവധിയിലായിട്ടുള്ള സ്ഥിതിവിശേഷമാണ് ജയിലിൽ നിലവിലുള്ളത്. ഏറ്റവും ഒടുവിൽ ജാമ്യം തേടി മദനി കോടതിയെ സമീപിച്ചത് തന്നെ വിദഗ്ധ ചികിത്സ തേടാൻ കൂടിയാണ്. എന്നാൽ സ്വന്തം ചിലവിൽ ചികിത്സ തേടേണ്ടെന്നും പോലീസ് കസ്റ്റഡിയിലാവാമെന്നുമാണ് ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ ഉത്തരവ്. ഈ സമീപനം തുടർന്നാൽ കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന മദനിയുടെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ടവർ ബോധ്യപ്പെടുത്തുന്നു. ഇപ്പോൾ തന്നെ ഏറ്റവും ഒടുവിൽ കർണാടക ഹൈക്കോടതി വളരെ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു എന്നൊക്കെ ഒരു ധാരണ നൽകിയെങ്കിലും ഒടുവിൽ മദനിക്ക് ലഭിച്ച ആനുകൂല്യം സ്വന്തം ചിലവിൽ സൗഖ്യ ആശുപത്രിയിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ
പോലീസ് കാവലിൽ ചികിത്സിക്കുന്നതിനുള്ള അനുവാദം ആണ് നൽകിയിരിക്കുന്നത്. സ്വന്തം ചെലവിൽ ജയിലിൽ കിടക്കുന്ന ഒരു തടവുകാരൻ എപ്രകാരം ഇത്തരത്തിലുള്ള ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തും എന്ന ഒരു ചോദ്യത്തിന് പോലും ജഡ്ജിമാർ ഉത്തരം കണ്ടെത്താൻ മെനക്കെടുന്നില്ല. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെട്ട് മദനിയെ കേരളത്തിലെ ഏതെങ്കിലും ജയിലിലേക്ക് മാറ്റണമെന്നാണ് PDP നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്ന അപേക്ഷ. സംസ്ഥാന മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരെ നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു. 1.5 ഡസനിലേറെ തവണ ഞങ്ങൾ അദ്ദേഹത്തെ സമീപിച്ചു. അദ്ദേഹത്തിനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് കേസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട, കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ, നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ, മദനി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കോടതി തീരുമാനിക്കട്ടെ, അദ്ദേഹത്തെ ശിക്ഷിക്കട്ടെ. പക്ഷേ അദ്ദേഹത്തിന് ചികിത്സ പോലും നൽകാതെ ജയിലിലിട്ട് അദ്ദേഹത്തെ കൊല്ലാക്കൊല ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കുന്നതിന് അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റ് സ്റ്റേറ്റായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടാതിരിക്കുന്നത് പ്രതിഷേധാർഹമാണ്. അടിയന്തരമായി ഇടപെടണമെന്ന് നിരവധി തവണ ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അബ്ദുൽ നാസർ മദനിക്ക് നേരെ നടക്കുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന കാര്യത്തിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും എതിരഭിപ്രായവുമില്ല. സാമാന്യ നീതി നിഷേധം എന്നുള്ളതിനപ്പുറം ക്രൂരമായ മനുഷ്യാവകാശ ലംഘനം ഉൾപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന പൗരന്മാർക്കുള്ള സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കൈകടത്തൽ, ഒരാളെ വ്യക്തമായ കാരണം പറയാതെ ജയിൽ പിടിച്ച് ഭരണകൂടം അടച്ചിടുക എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഭരണഘടനാ ലംഘനം നടത്തുന്നു എന്ന തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. മദനിക്ക് ഒരു മനുഷ്യാവകാശ പ്രശ്നമുണ്ട്. അത് മദനി ആയതുകൊണ്ട് ആ മനുഷ്യാവകാശ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതില്ല എന്ന് പറയാൻ ഒക്കില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ഹ്യൂമൻ റൈറ്റ് എന്നുള്ള നിലയിലുള്ള സംഗതികൾ നൽകണം. നീതി അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ലഭിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മദനിയിപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ജാമ്യം കൊടുപ്പിക്കുന്ന കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഞങ്ങളെ പരിധിയിൽ അതില്ല. അതിപ്പോൾ ഒന്നാമത് സംഗതി എന്ന് പറഞ്ഞാൽ കോടതിയാണ്. അവിടെ തന്നെ ജാമ്യത്തിന് അപേക്ഷിച്ചു, ചികിത്സ കിട്ടുന്നില്ല എന്ന് അപേക്ഷിച്ചു. അതൊക്കെ അവരൊരു വിധി പ്രകാരം നടക്കുക എന്നല്ലാതെ ഞങ്ങൾ വിചാരിച്ചത് കൊണ്ട് ഒന്നും ചെയ്യാനൊക്കില്ല. പക്ഷേ ആര് ഞങ്ങളോട് എന്ത് നിർദ്ദേശം പറഞ്ഞാലും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മദനിക്കൊരു നീതി കിട്ടുന്ന കാര്യത്തിൽ, അദ്ദേഹത്തെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്ന കാര്യത്തിൽ, എന്നിട്ട് അതിനാവശ്യമായ പരിഹാരം നടപടി എടുക്കുന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് ഇന്നത് ചെയ്യണമെന്ന് ആര് പറഞ്ഞാലും ഞങ്ങൾ അത് അനുസരിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ട്. മദനിയുടെ രാഷ്ട്രീയം ഞങ്ങളുടെ രാഷ്ട്രീയം തമ്മിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ട്, അതൊക്കെ വേറെ കാര്യമാണ്. എന്നാൽ പരസ്യമായി നിലപാട് വ്യക്തമാക്കി ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമുയർത്താൻ ഒരു പ്രസ്ഥാനവും മുൻകൈയെടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPM-ന്റെ ഉൾപ്പെടെയുള്ള ഈ ഒളിച്ചുകളിയെ PDP ഇങ്ങനെ നോക്കിക്കാണുന്നു. അബ്ദുൽ നാസർ മദനിയെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കണമെന്ന് CPM ആവശ്യപ്പെട്ടാൽ, VS അച്യുതാനന്ദനും പിണറായിയുമൊക്കെ ആവശ്യപ്പെട്ടാൽ തീവ്ര ഹൈന്ദവ വോട്ടുകൾ കേരളത്തിൽ CPM-ന് നഷ്ടപ്പെടും, ഇടതുപക്ഷത്തിന് നഷ്ടപ്പെടും. അതുകൊണ്ടാണ് VS-ഉം പിണറായിയും ഒക്കെ മദനിയുടെ കാര്യത്തിൽ നിശബ്ദത പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നാണ് ജനങ്ങളൊന്നാകെ പറയുന്നത്. രാജ്യദ്രോഹ കുറ്റത്തിന്റെ പേരിൽ അബ്ദുൽ നാസർ മദനിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിലടയ്ക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബവും നിസ്സഹായാവസ്ഥയിലാണ്. മദനിയുടെ മോചനത്തിനായി അവർ കാത്തിരിക്കുന്നു. കോയമ്പത്തൂരിലേതുപോലെ ഒടുവിൽ കോടതി കനിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും ഇവർ. അൻവാർശേരിയിൽ നിന്ന് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ തളർന്നു വീണതാണ് മദനിയുടെ പിതാവ്. പിന്നീട് ഇതുവരെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും മദനിയുടെ മോചനത്തിനായി നിരന്തരം പ്രയത്നിക്കുകയാണ്. നീതിയുടെ വാതിലുകൾ തുറക്കുമെന്ന പ്രതീക്ഷയോടെ. എനിക്ക് അബ്ദുൽ നാസർ മദനിയെ ജയിലിൽ പോയി കാണാൻ കഴിയുന്നില്ല. ഞാൻ സ്ട്രോക്ക് ബാധിച്ച് വർഷങ്ങളായിട്ട് വീട്ടിൽ കിടക്കുകയാണ്. അപ്പം പിന്നീട് ഏറ്റവും അവസാനം പോയത് കേരള ദളിത് ഫെഡറേഷൻ യുവജന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കരുനാഗപ്പള്ളി ബോബൻ പോയി കണ്ടിരുന്നു. അദ്ദേഹവും സഹപ്രവർത്തകരും കൂടി വന്ന് അവിടുത്തെ അവസ്ഥ എൻ്റെ അടുത്ത് പറയുകയായിരുന്നു. അപ്പോൾ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കണ്ണിനെയും കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് ഏതെങ്കിലും ഒരു ഫലപ്രദമായ ചികിത്സയ്ക്ക് ഭരണകൂടവും കോടതിയൊന്നും അനുവദിക്കുന്നില്ല. ഈ അവസ്ഥയാണ് ഞങ്ങൾ നേരിടുന്നത്. സാമാന്യനീതി ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ ഞങ്ങളുടെ പ്രശ്നം
ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. മറ്റൊരു തീവ്രവാദ കേസിൽ ജാമ്യത്തിൽ കഴിയുകയാണ് മദനിയുടെ ഭാര്യ സൂഫിയ മദനിയും. ജാമ്യവ്യവസ്ഥകൾ നിലനിൽക്കുന്നത് കാരണം മദനിയുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന് സൂഫിയയ്ക്ക് പരിമിതികളുമുണ്ട്. മാത്രമല്ല നിയമ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിന്റെ സാമ്പത്തിക ഭാരവും ചില്ലറയല്ല. ജയിലിൽ കിടക്കുന്നയാളെ സംബന്ധിച്ച് ഇത് വളരെ കോസ്റ്റ്ലി ആയൊരു സംഗതിയാണ്. ലക്ഷക്കണക്കിന് രൂപ ചെലവുണ്ട്. അഭിഭാഷകരുടെയൊക്കെ ഫീസ് കേട്ടാൽ സാധാരണ മനുഷ്യർ ഞെട്ടിപ്പോകും. എങ്ങനെ ഒരാൾ ഒരു അപകടത്തിൽപ്പെട്ടാൽ ഏത് പോലീസുകാരനും ആരെയും പ്രതിയാക്കാം. അങ്ങനെ പ്രതിയാക്കപ്പെട്ടാൽ അയാൾക്ക് ജഡ്ജിമാരുടെ ഭാഗത്തു നിന്ന്, കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരു സഹാനുഭൂതി ഉണ്ടാകുന്നില്ലെങ്കിൽ ഏറ്റവും പ്രഗത്ഭരായ അഭിഭാഷകരെ അണിനിരത്തി എങ്ങനെ കേസ് നടത്തിക്കൊണ്ടു പോകാൻ കഴിയും? ഒരു ഇടവേള കൂടി. കോയമ്പത്തൂർ ജയിൽവാസത്തിന് മുമ്പും പിമ്പും രണ്ട് വ്യത്യസ്ത ശൈലിയിലുള്ള രാഷ്ട്രീയ സമീപനമാണ് അബ്ദുൽ നാസർ മദനി മുന്നോട്ട് വെച്ചത്. പൊതുസമൂഹത്തെ അലോസരപ്പെടുത്തുന്ന നിലപാടുകളായിരുന്നു ആദ്യത്തേത്. എന്നാൽ തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ച് അടിസ്ഥാന വർഗത്തിന്റെ പ്രശ്നങ്ങളെ സൗമ്യമായി സമീപിക്കുന്ന നിലപാടാണ് അബ്ദുൽ നാസർ മദനി ജയിൽ മോചിതനായ ശേഷം സ്വീകരിച്ചത്. സാമ്രാജ്യത്വത്തിനെതിരെ അതിശക്തമായ പോരാട്ടം നടത്തിയ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ആജിയുടെയും മഹാനായ അലി മുസ്ലിയാരുടെയും വെളിയങ്കോട് മർക്കാലിയുടെയും മമ്പളന്തങ്ങളുടെയും ഒക്കെ മണ്ണായ ഈ മണ്ണിൽ നിന്ന് പോയിട്ട് അമേരിക്കയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഞങ്ങളാണോ? ഏതമേരിക്ക? 5 ലക്ഷം പിഞ്ചു കുഞ്ഞുങ്ങളെ ഇറാഖിൽ ഭക്ഷണം കൊടുക്കാതെ കൊന്നുകളഞ്ഞ അമേരിക്ക, ലക്ഷക്കണക്കിന് നിരപരാധികളെ ഇറാഖിന്റെ അഫ്ഗാന്റെയും തെരുവോരങ്ങളിൽ കൊന്നൊടുക്കിയ അമേരിക്ക. കാലം ഇന്ത്യയിലെ മുസ്ലിം സമുദായം സുജൂദ് ചെയ്തിരുന്ന 4 നൂറ്റാണ്ട് കാലം അല്ലാഹു അക്ബർ എന്ന സമാധാനത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും സന്ദേശം മുഴങ്ങിയിരുന്ന ബാബരി മസ്ജിദ് തട്ടി തകർത്ത് തരിപ്പണമാക്കിയതിന്റെ പിന്നിൽ കൊല്ലം ജില്ലയിലെ മൈനാഗപ്പള്ളി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അബ്ദുൽ നാസർ മദനി എന്ന മുസ്ലിം മതപ്രഭാഷകന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ബാബറി മസ്ജിദ് തകർത്തെറിഞ്ഞപ്പോൾ അരക്ഷിതാവസ്ഥയിലായ ന്യൂനപക്ഷങ്ങളുടെ വൈകാരികതയെ തൊട്ടുനിന്നുകൊണ്ടായിരുന്നു മദനിയുടെ രംഗപ്രവേശം. ISS രൂപീകരിച്ച് തിളച്ചുനിന്ന മുസ്ലിം യുവതയെ ഒന്നിച്ചു നിർത്താനായിരുന്നു ആദ്യ ശ്രമം. സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തുന്നത് എന്ന ആരോപണമുണ്ടായി. പലതവണ അദ്ദേഹത്തിനെതിരെ ഇത് സംബന്ധിച്ച കേസുകളുണ്ടായി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ പലപ്പോഴും തികച്ചും നിയമവിരുദ്ധമായ രീതിയിൽ സംഘം ചേർന്ന് അക്രമ സംഭവങ്ങൾ നടത്തിയ സന്ദർഭങ്ങളുണ്ടായി. സ്വാഭാവികമായിട്ടും വലിയൊരു തീവ്രവാദിയായിട്ട് അദ്ദേഹത്തെ ചിത്രീകരിക്കാൻ, കുതിരയടിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി. എന്നാൽ ISS നിരോധനത്തിനു ശേഷം PDPയുമായി പൊതുരാഷ്ട്രീയത്തിലേക്ക് അബ്ദുൽ നാസർ മദനി കടന്നുവന്നു. മുസ്ലിം ലീഗിന് സമാന്തരമായിരുന്നു മദനിയുടെ രാഷ്ട്രീയം. അബ്ദുൽ നാസർ മദനിയുടെ രാഷ്ട്രീയത്തെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു ബദൽ നേതൃത്വം എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രാതിനിധ്യം അട്ടിപ്പേറാക്കി വച്ചിരിക്കുന്ന മുസ്ലിം ലീഗിൽ നിന്ന് വ്യതിരിക്തമായ ഒരു രാഷ്ട്രീയം ഉണ്ടാക്കി കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം അതിന് അനുസൃതമായ ഒരു രാഷ്ട്രീയ ലൈനാണ് സ്വീകരിച്ചത്. മുസ്ലിം ലീഗിൻ്റെ മിതവാദ സമീപനത്തെ അദ്ദേഹം പലപ്പോഴും അതിനിശിതമായി വിമർശിക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായ തീവ്രവാദ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ ലൈൻ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ പിന്നീടുണ്ടായ തീവ്രവാദ കേസുകളും ജയിൽവാസവും കേരളത്തിന്റെ സജീവ രാഷ്ട്രീയധാരയിൽ നിന്ന് മദനിയെ അകറ്റി നിർത്തി. എങ്കിലും മദനി ഉണ്ടാക്കിയേക്കാവുന്ന സാമുദായിക വോട്ട് ബാങ്കുകളിലായിരുന്നു മുന്നണികളുടെ നോട്ടം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് നിഴലിക്കുകയും ചെയ്തു. ആ മദനി മാറി ഈ 9 വർഷക്കാലം കോയമ്പത്തൂർ ജയിലിൽ കിടന്നതോടുകൂടി അത്തരത്തിലുള്ള നിലപാടെടുക്കുന്നതിൻ്റെ നിരർത്ഥകത അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ എന്ന പരസ്യമായ നിലപാട് അദ്ദേഹം എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പം വേദി പങ്കിട്ട ഒരാളാണ് ഞാൻ. അദ്ദേഹം ജയിൽ മോചിതനായി വന്നപ്പോൾ അന്നത്തെ ധാരണ അനുസരിച്ച് പോയതാണ്. ഇത്രയും കാലം ജയിൽ കിടന്നിട്ട് വരുന്ന ഒരാൾ പിന്നെ ജനങ്ങളെല്ലാം ഒന്ന് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഞങ്ങളും പോയിരുന്നു. കോടിയേരി ബാലകൃഷ്ണൻ ഞാനും അവിടെ പോയിരുന്നു. അതിനകത്ത് യാതൊരു കുറ്റബോധവും ഞങ്ങൾക്കില്ല. പാർട്ടി ആലോചിച്ചിട്ട് ശരിയായെടുത്തൊരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ വേദി പങ്കിടപ്പെട്ടത് തെറ്റായിരുന്നു എന്ന് മാത്രമാണ്. മദനിയും PDPയും LDFും തമ്മിൽ ഒരു തെരഞ്ഞെടുപ്പ് ധാരണയോ നീക്കുപോക്കോ ഉണ്ടായിട്ടില്ല. അവർ അവരുടേതായ നിലയിൽ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പിന്തുണ സ്വീകരിക്കുന്നതിനകത്ത് ദോഷമില്ല എന്നാണ് തീരുമാനിച്ചത്. മദനിയെ സഹായിക്കാൻ എന്ന വ്യാജേന കൂടിയിട്ടുള്ള ആളുകൾ യാതൊരു ആത്മാർത്ഥതയുമില്ലാതെ, യാതൊരു തത്വദീക്ഷയുമില്ലാതെ കാര്യം നടക്കുന്നതുവരെ അദ്ദേഹത്തെ കൊണ്ടു നടക്കുകയും അത് കഴിയുമ്പോൾ അദ്ദേഹത്തെ കറിവേപ്പില പോലെ ഉപേക്ഷിക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ രാഷ്ട്രീയത്തിലെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന ദുഃഖകരമായിട്ടുള്ള ഒരു സത്യം. അങ്ങനെ രാഷ്ട്രീയ തിരസ്കൃതനായ മദനിയാണ് ബാംഗ്ലൂർ ജയിലിൽ നീതിയുടെ വാതിൽ തുറക്കുന്നതും കാത്തുകിടക്കുന്നത്. ജയിലിനു പുറത്ത് മദനിയെ കാത്ത് ഇനി കേസുകളുടെ ഒരു നിര തന്നെയുണ്ട്. കോയമ്പത്തൂർ പ്രസ് ക്ലബ് സ്ഫോടന കേസ്, ISS നിരോധനത്തിന് ശേഷം അൻവാർശേരിയിൽ യോഗം ചേർന്നതിന് ശാസ്താംകോട്ട പോലീസ് ചാർജ് ചെയ്ത കേസ്, അങ്ങനെ രാജ്യദ്രോഹ കുറ്റങ്ങളുടെ ഒരു നിര തന്നെ മദനിയെ കാത്തിരിക്കുന്നുണ്ട്. കാര്യങ്ങൾ ഈ നിലയ്ക്കാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്നുള്ള മോചനം പ്രതീക്ഷ മാത്രമാണ്.
സ്പെഷ്യൽ കറസ്പോണ്ടന്റിന്റെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത ലക്കം വീണ്ടും കാണാം. നമസ്കാരം.